നെതർലാൻഡ്സ് സ്വദേശിനിയും മെഡിക്കൽ വിദ്യാർത്ഥിനിയും ആയിരുന്ന 21-കാരി സോഫിയ കോയറ്റ്സിയർ എന്ന യുവതിയെ ഉഗാണ്ടയിൽ വെച്ച് കാണാതായി. ടൂറിസ്റ്റ് സഫാരിക്ക് പോകുന്നതിന് മുൻപ് അവളൊരു മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നു. കാട്ടുമൃഗങ്ങളുടെ ആക്രമണമാണ് സോഫിയക്ക് ഉണ്ടായതെന്ന് ഉഗാണ്ടയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ വിധിയെഴുതി വേഗത്തിൽ കേസ് അവസാനിപ്പിച്ചു. പക്ഷേ ഭയപ്പെടുത്തുന്ന ചില കഥകളായിരുന്നു കണ്ടെത്തിയ തെളിവുകൾക്ക് പറയാനുണ്ടായിരുന്നത്. 1994 ഏപ്രിൽ 2 നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിലാണ് സോഫിയ കോയറ്റ്സിയർ ജനിച്ചത്. ജെറാർഡ് കോയറ്റ്സിയറിന്റെയും മാരീജെ സ്ലൈക്കർമെന്നിന്റെയും മകളായിരുന്നു സോഫിയ. അവൾ വളരെ സ്മാർട്ടും യാത്രകളെ ഇഷ്ടപ്പെടുന്നവളുമായിരുന്നു. ആംസ്റ്റർഡാമിലെ ആർട്സ് സ്കൂളിൽ പഠിക്കുകയും പല കലകളിലും കഴിവ് തെളിയിച്ചു. വളർന്നപ്പോൾ അവൾ മെഡിക്കൽ രംഗം തിരഞ്ഞെടുത്തു. ഒരു ഡോക്ടർ ആകാൻ അവൾ ആഗ്രഹിച്ചു. ബാസ്കറ്റ് ബോൾ, ഹോക്കി എന്നീ സ്പോർട്സ് അവൾ ഇഷ്ടപ്പെട്ടിരുന്നു. അവൾ മെഡിക്കൽ പഠനത്തോടൊപ്പം കുട്ടികളെ നോക്കുകയും മറ്റു ജോലികളും പാർട്ട് ടൈം ആയി ചെയ്തിരുന്നു. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുകയും കാണാത്ത സ്ഥലങ്ങൾ സന്ദർശിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും അവൾ ഇഷ്ടപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായി 8 ആഴ്ചത്തെ ഇന്റേണിന് വേണ്ടി ഉഗാണ്ടയിലെ കമ്പാലയിലെ ലുബാഗ ഹോസ്പിറ്റലിലേക്ക് പോകാൻ സോഫിയ തീരുമാനിച്ചു. 2015 ഓഗസ്റ്റിൽ ഉഗാണ്ടയിൽ എത്തുകയും അവിടുത്തെ നിവാസികളുമായി നല്ലൊരു ബന്ധം പുലർത്തുകയും തന്റെ മെഡിക്കൽ പഠനം ആരംഭിക്കുകയും ചെയ്തു. അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അവൾ കഠിനാധ്വാനം ചെയ്തു. വളരെ വേഗത്തിൽ അവൾ എല്ലാം പഠിച്ചു തുടങ്ങി. രോഗികൾക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും മേജർ സർജറികളിൽ ഭാഗമാകുകയും ആശുപത്രി ശുചീകരണ ജോലികളിൽ വരെ അവൾ ഭാഗമായി. ലുബാഗ ഹോസ്പിറ്റലിലെ 12 വിദ്യാർത്ഥികളോടൊപ്പം അവൾ താമസിച്ചു. എല്ലാ ദിവസവും സോഫിയ തന്റെ മാതാപിതാക്കൾക്ക് ഫോൺ ചെയ്യുകയും അവളുടെ പുതിയ അപ്ഡേറ്റുകൾ അറിയിക്കുകയും ചിത്രങ്ങൾ അയക്കുകയും ചെയ്തിരുന്നു. സോഫിയ ആ നാടിനെയും നാട്ടുകാരെയും അവിടുത്തെ പ്രദേശങ്ങളെയും കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി. കമ്പാലയിൽ സ്ഥിരമായി താമസിക്കാനും അവൾ ആഗ്രഹിച്ചു. സോഫിയക്ക് 16 വയസ്സ് മുതൽ ബൈപോളാർ ഡിസോർഡർ ഉണ്ടായിരുന്നു. തന്റെ കുടുംബത്തിനും അടുത്ത സുഹൃത്തുക്കൾക്കും മാത്രമേ സോഫിയയുടെ ഈ മാനസിക രോഗത്തെക്കുറിച്ച് അറിയുമായിരുന്നുള്ളൂ. 2015 ഒക്ടോബർ 22 ലുബാഗ ഹോസ്പിറ്റലിലെ ഇന്റേൺഷിപ്പ് അവസാനിക്കുന്ന ദിവസം തിരിച്ചു നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിരുന്നില്ല. 2 ആഴ്ച കൂടി അവിടെ തങ്ങി ഉഗാണ്ടയിലെ സുന്ദരമായ സ്ഥലങ്ങൾ കാണുവാൻ പോകാൻ സോഫിയ തീരുമാനിച്ചു. ഒക്ടോബർ 23 തന്റെ സഹപാഠികളായ 2 ഡച്ച് സുഹൃത്തുക്കളെയും കൂട്ടി ഒരു ലോക്കൽ ഗൈഡിനോടൊപ്പം സഫാരിക്കായി പുറപ്പെട്ടു. 5 ദിവസത്തിൽ 4 പ്രധാന സ്ഥലങ്ങൾ അവർ പോയി. കിഡപ്പോ വാലി നാഷണൽ പാർക്ക്, ബുളു പേക്ക് വാച്ച്, പിന്നെ അവസാനം എത്തിയത് മുർച്ചിസൺ ഫാൾസ് നാഷണൽ പാർക്ക്. ഒക്ടോബർ 28 വൈകുന്നേരം ഉഗാണ്ട വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ സെന്റർ പാർക്കിൽ തങ്ങി. പിന്നീട് ഉഗാണ്ട വന്യജീവി അതോറിറ്റിയുടെ വിദ്യാർത്ഥി കേന്ദ്രമായ കെട്ടിടത്തിന്റെ സമീപത്തായിരുന്നു സോഫിയയെ അവസാനമായി കണ്ടത്. നൈൽ നദിയുടെ ഭാഗത്ത് വനത്താൽ ചുറ്റപ്പെട്ട ഭാഗത്താണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. വളരെ വിജനമായ ഒരു സ്ഥലം. ഇരുട്ട് വീഴാൻ തുടങ്ങിയ സമയത്ത് സോഫിയയും സംഘവും അവിടെ എത്തി. മാലിന്യം ശേഖരിക്കാൻ ഒരു ഒഴിഞ്ഞ മിനറൽ വാട്ടർ കുപ്പി സോഫിയയുടെ കയ്യിലുണ്ടായിരുന്നു. അവിടെ വെച്ച് ബിൽഡിങ്ങിനു പുറത്തുള്ള കാടിനോട് ചേർന്ന ഭാഗത്തുള്ള ബാത്റൂമിലേക്ക് സോഫിയ തന്റെ കൂട്ടുകാരിയെയും കൂട്ടിപ്പോയി. 2 ബാത്റൂമുകളിൽ ഒന്നിൽ കയറിയ സോഫിയയുടെ സുഹൃത്ത് പുറത്ത് ഇറങ്ങുകയും സംഘത്തിനടുത്തേക്ക് പോകുകയും ചെയ്തു. എന്നാൽ അപ്പുറത്തെ ബാത്റൂമിൽ കയറിയ സോഫിയ മാത്രം തിരിച്ചു വന്നില്ല. നിമിഷങ്ങൾക്ക് ശേഷം സുഹൃത്തുക്കൾ സോഫിയയെ കാണാത്തതിനാൽ ബാത്റൂമിൽ ചെന്നു നോക്കി. സോഫിയയെ കണ്ടില്ല. അവർ ആ പരിസരത്ത് എല്ലാം തിരഞ്ഞു. ഒരു സംഘം നദിയുടെ പകുതി ദൂരം സഞ്ചരിച്ച് 8 മണിയോടെ തിരിച്ചെത്തി. രാത്രിയായതിനാലും കാട്ടുമൃഗങ്ങൾ ഉള്ളതിനാലും ആ ഇരുട്ടിൽ കൂടുതൽ തിരച്ചിൽ നടത്തിയില്ല. പിറ്റേന്ന് രാവിലെ തിരച്ചിൽ ആരംഭിച്ചു. രാവിലെ 9 മണിയോടെ റേഞ്ചർമാരും സൈനികരും അടങ്ങുന്ന സംഘം നദി തീരത്ത് തിരച്ചിൽ നടത്തുന്നതിനിടെ സോഫിയയുടെ കയ്യിൽ ഉണ്ടായിരുന്ന മിനറൽ വാട്ടർ കുപ്പി കണ്ടെത്തി. പിന്നെയും തിരച്ചിൽ തുടർന്നെങ്കിലും അവർക്ക് ഒന്നും കണ്ടെത്താനായില്ല. പിന്നീടുള്ള തെരച്ചിലിൽ കണ്ടെത്തിയ തെളിവുകൾ എല്ലാം ദുരൂഹത ഉണ്ടാക്കുന്നതായിരുന്നു. പല ഭാഗങ്ങളിൽ നിന്നായി സോഫിയയുടെ സാധനങ്ങൾ കണ്ടെത്തി. സോഫിയ ധരിച്ചിരുന്ന പാന്റിന്റെ ചെറിയ കഷ്ണങ്ങൾ കണ്ടെത്തി. ചിലത് മരത്തിൽ കെട്ടി വെച്ചിരിക്കുന്നു. കുറ്റിക്കാടിനോട് ചേർന്ന് അവളുടെ ഒരു ഷൂ, ഒരു പേപ്പർ കഷ്ണം, പണം. കുറച്ചു ദൂരെ ഒരു മരത്തിൽ 16 അടി ഉയരമുള്ള കൊമ്പിൽ അവളുടെ പാൻവീസ്. അവളെ കാണാതായ രാത്രിയിൽ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമായിരുന്നു അത്. കണ്ടെടുത്ത വസ്തുക്കളിൽ ഒന്നും രക്തത്തിന്റെ അംശം ഉണ്ടായിരുന്നില്ല. അതിനാൽ മൃഗങ്ങളുടെ ആക്രമണമാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. ഉഗാണ്ടയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തെരച്ചിലിനാണ് അന്ന് സാക്ഷ്യം വഹിച്ചത്. സോഫിയയുടെ അമ്മ സ്വമേധയാ കേസ് അന്വേഷിക്കുകയും ചെയ്തെങ്കിലും 10 വർഷങ്ങൾ കഴിഞ്ഞു ഇന്നും ഉത്തരമില്ല. ആ രാത്രിയിൽ അവൾക്ക് എന്താണ് സംഭവിച്ചത്? അവൾ സ്വമേധയാ കാടിനുള്ളിലേക്ക് പോയതോ? ബാത്റൂമിൽ പോയ വളരെ കുറച്ചു സമയം കൊണ്ട് എങ്ങനെ അവൾ അപ്രത്യക്ഷയായി? അവളുടെ പാന്റിന്റെ കഷ്ണങ്ങൾ എങ്ങനെ പലയിടങ്ങളിലെത്തി? എന്തുകൊണ്ട് പണം നഷ്ടപ്പെട്ടില്ല? അവൾ ധരിച്ചിരുന്ന ഷൂകളിൽ ഒന്ന് എവിടെ? എങ്ങനെ പാൻവീസ് മരക്കൊമ്പിലെത്തി? ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ബാക്കിയാക്കി അവൾ ഇന്നും കാണാമറയത്താണ്. എന്നെങ്കിലും സോഫിയ തിരിച്ചു വരുമെന്ന് കരുതി അവളുടെ മാതാപിതാക്കൾ ഇന്നും കാത്തിരിക്കുന്നു നിറ കണ്ണുകളോടെ.